മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ. മാർച്ച് 20-ന് റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ 250 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. ചിത്രം റിലീസിന് എത്തും മുമ്പ് തന്നെ സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ സിനിമയുടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. എന്നാൽ ആ പരിചയപ്പെടുത്തിയ കഥാപാത്രങ്ങൾ അപ്പുറം അഭിനേതാക്കൾ സിനിമയിലുണ്ടായിരുന്നു. അത്തരത്തിൽ സിനിമയിൽ ഒളിപ്പിച്ച ഒരു സർപ്രൈസ് ആയിരുന്നു പ്രണവ് മോഹൻലാലിന്റെ എൻട്രി. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പകാലമാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലൈമാക്സിൽ ആരാധകരെ ഞെട്ടിച്ച എൻട്രി ആയിരുന്നു പ്രണവിൻ്റേത്. നടന്റെ കൂടുതൽ പ്രകടനം സിനിമയിൽ മൂന്നാം ഭാഗത്തിലാകും കാണാൻ കഴിയുക. ഇപ്പോഴത്തെ പ്രണവിനെ യങ് സ്റ്റീഫൻ ആകുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ക്ലൈമാക്സിൽ പ്രണവിന്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മേക്കപ്പ് ഇടുന്ന വീഡിയോ ആണ് കാണികൾക്ക് ഏറെയുള്ളത് ഇപ്പോൾ. അതേസമയം മാർച്ച് 27-ന് റിലീസ് ചെയ്ത സിനിമ വിഷു റിലീസ് എത്തിയ ശേഷം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രം OTTയിലേക്ക് എത്തുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഏപ്രിൽ 26-ന് എമ്പുരാൻ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ ചിത്രം സ്ട്രീം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കിവെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉറപ്പുവന്നതോടെയാണ് ഈ ചർച്ചകൾ അവസാനിക്കുകയും ചെയ്തത്.